Metamemory refers to an individual's knowledge, awareness and beliefs about their own memory systems and process. നമ്മുടെ മെമ്മറി സിസ്റ്റത്തിനെ പറ്റിയിട്ടും അതിൻ്റെ പ്രോസസ്സിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു അവെയർനെസ്സിനെ അല്ലെങ്കിൽ ഒരു ധാരണേനെയാണ് നമ്മൾ മെറ്റാ മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മെമ്മറിയുടെ സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മെമ്മറിയുടെ കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് ചില സ്പെസിഫിക് ഫാക്റ്റുകൾ നമ്മൾ ഓർക്കുന്നത്, അല്ലെങ്കിൽ ചില മെമ്മറികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ കാര്യം, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് കുറച്ച് ഏത് ടൈപ്പ് മെമ്മറീസാണ് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ? എന്ന് വെച്ചാൽ ഓഡിറ്ററി ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണോ, വിഷ്വൽ ആണോ, അല്ലെങ്കിൽ നമ്പേഴ്സ് ആണോ കുറച്ചും കൂടെ ഓർമ്മയിൽ നിൽക്കുക, മ്യൂസിക്സ് ആണോ, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും സാധനങ്ങൾ എനിക്ക് ഓർമ്മയിൽ കുറച്ച് നിൽക്കും എന്നൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ലേ സെൽഫായിട്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള നമ്മളുടെ അറിവിനെ നമ്മൾ ഏത് ടൈപ്പ് മെമ്മറിയിലാണ് നമ്മൾ വീക്കാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് മെമ്മറി ടൈപ്പിലാണ് നമുക്ക് സ്ട്രെങ്ത് ഉള്ളത്, ഇതൊക്കെ നമ്മൾ സ്വയം അവെയർ ആവുന്നതിനെയാണ് മെറ്റാ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെറ്റാ കൊഗ്നീഷൻ അല്ലെങ്കിൽ മെറ്റാ മെമ്മറി എന്നൊക്കെ പറയുമ്പോൾ ഒരു സെൽഫ് അവെയർനെസ്സിൽ നല്ല റോളുള്ള സാധനമാണ്. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മളെ തന്നെ പറ്റിയിട്ടുള്ള ധാരണേനെയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. സോ മെറ്റാ മെമ്മറി, മെറ്റാ കോഗ്നീഷൻ ഇതൊക്കെ നമ്മൾ സ്വന്തം തോട്ട്സിൻ്റെ ഒരു ഭാഗമാണ്. മെറ്റാ കോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു, നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് ഏത് രീതിയിലുള്ളതായിരിക്കും കൂടുതലെന്ന് നമുക്ക് തന്നെയുള്ള അവെയർനെസ്സിനെയാണ് മെറ്റാ കോഗ്നീഷൻ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കൺസെപ്റ്റുകളൊക്കെ സെൽഫ് അവെയർനെസ്സിനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇനി ഈ മെറ്റാ മെമ്മറി ഉണ്ടെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്താണ്, നമുക്ക് ഏതൊക്കെ ടൈപ്പ് മെമ്മറിയാണ് എനിക്ക് വീക്കനായിട്ടുള്ളത് എന്നും സ്ട്രെങ്തനായിട്ടുള്ളത് എന്നും ഞാൻ അറിയുകയാണെങ്കിൽ എനിക്ക് അതിനെ മോണിറ്റർ ചെയ്യാനും അതിനെ റെഗുലേറ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യേണ്ട സാധനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും എനിക്ക് പറ്റും അല്ലേ? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ന്യൂമറിക് റിലേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. സോ ആ ടൈപ്പ് ഓഫ് മെമ്മറീസ് എനിക്ക് കുറച്ച് കുറവാണ്. എന്നാൽ അതേസമയം സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് കുറച്ചും കൂടെ എന്താണ് ഓക്കെയാണ്. എനിക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എനിക്കത് കണക്ഷൻ കിട്ടാനായിട്ട്, ഫിസിയോളജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടും. സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അത് ഞാൻ അവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ന്യൂമറിക് വാല്യൂസ് വെച്ചിട്ടുള്ള പരിപാടികളുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ കൂടുതൽ എഫേർട്ട് ഇടണം. അതാണ് മെറ്റാ മെമ്മറിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് മെറ്റാ മെമ്മറിയെ പറ്റി പറയാനുള്ളത് കേട്ടോ. അടുത്തത് നമുക്ക് വരുന്നത് ഫോർഗറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ മെമ്മറിയിൽ നിന്ന് പതിയെ എവിടേക്ക് കയറി കഴിഞ്ഞു, ഫോർഗറ്റിങ്ങിലേക്ക് ചാടിക്കഴിഞ്ഞു. അപ്പോൾ മെമ്മറിയെ പറ്റി നമ്മൾ ഓൾമോസ്റ്റ് എവറിത്തിങ് കവർ ചെയ്തു. ഇനി ഫോർഗറ്റിംഗ് ആണ്. ഫോർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പറയുന്ന മദർ ടങ്ങിൽ നമുക്കറിയാം മറന്നുപോവുക, അതിനെയാണ് നമ്മൾ ഫോർഗറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്റിമെമ്പറിങ്, ഓർക്കാൻ പറ്റാണ്ടിരിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫോർഗറ്റിംഗ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞാലോ, ഇറ്റ്സ് എൻ അപ്പാരൻറ്റ് ലോസ് ഓർ മോഡിഫിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ ഓൾറെഡി എൻകോഡഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ എൻ ഇൻഡിവിജ്വൽസ് ഷോർട്ട് ടേം ഓർ ലോങ് ടേം മെമ്മറി. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഷോർട്ട് ടേം മെമ്മറിയിലോ ലോങ് ടേം മെമ്മറിയിലോ ഓൾറെഡി സ്റ്റോർ ചെയ്യുകയും എൻകോഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള, എൻകോഡിങ് നടക്കുന്നത് ലോങ് ടേം മെമ്മറിയിലാണ്, എൻകോഡ് ചെയ്യാൻ നടന്നിട്ടുള്ള ഇൻഫോർമേഷന് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരികയോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻ ലോസ് ആയി പോവുകയോ ചെയ്യുന്നതിനെയാണ് ഫോർഗറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലോ ലോങ് ടേം മെമ്മറിയിലോ നമ്മൾ സ്റ്റോർ ചെയ്യുകയോ എൻകോഡ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസിന് എന്തെങ്കിലും നാശം സംഭവിക്കുകയോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ സംഭവിക്കുകയോ ചെയ്യുന്നതിന് നമ്മൾ ഫോർഗറ്റിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എക്സാമിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇപ്പം മെറ്റാ മെമ്മറി എന്താണെന്ന് ചോദിച്ചു, മെറ്റാ മെമ്മറിക്ക് പകരം നിങ്ങൾ ഫ്ലാഷ് ബൾബ് മെമ്മറിയുടെ ആൻസർ എഴുതിയാൽ ദാറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫോർഗറ്റിംഗ്. അവിടെ നിങ്ങൾ ഓൾറെഡി എൻകോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനം അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനം മെറ്റാ മെമ്മറി എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വന്തം അവെയർ ആവുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഒരു മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടാണ് റിട്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ കിട്ടിയത്. സോ അവിടെ ഒരു മോഡിഫിക്കേഷൻ നടന്നെങ്കിൽ ദാറ്റ്സ് കൺസിഡർഡ് ആസ് എൻ ഫോർഗറ്റിംഗ്. അതിന് നമ്മൾ എന്തെന്ന് പറയും, ഫോർഗറ്റിംഗ് എന്ന് പറയും. ഇനി ഈ ഫോർഗറ്റിംഗ് എന്ന് പറയുന്നത് മേ ബി ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് പ്രോസസ് ഓർ മേ ബി ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്. ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കാം, ചിലപ്പോൾ ഓൾഡ് മെമ്മറീസൊക്കെ ഗ്രാജുവലായിട്ട് പതിയെ പോകാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ 5th പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു 5th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തുനിന്നോ സന്തോഷമുള്ളതോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലോ എന്തെങ്കിലും വാട്ടവർ. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെയൊക്കെ നിങ്ങളതിൻ്റെ ക്ലിയർ പിക്ചർ ചിലപ്പോൾ മനസ്സിലുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഒരു ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതാണ് ഗ്രാജുവൽ പ്രോസസ് ഇൻ ഫോർഗറ്റിംഗ്. ഫോർഗറ്റിംഗ് ഇങ്ങനെ ഗ്രാജുവലായിട്ട് പോയിക്കൊണ്ടിരിക്കും. സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് സംഭവിക്കാവുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് രാവിലെ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ
സഡനായിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ക്ലാസ് ആലോചിച്ചാൽ മതി. പഠിപ്പിക്കുന്ന എല്ലാ സാധനവും അന്ന് വൈകുന്നേരത്തിനോ നാളേക്കോ ഓർമ്മയിൽ നിൽക്കാറുണ്ടോ? ചില ക്ലാസ്സുകൾ ചില ദിവസങ്ങളിൽ ഒന്നും തലയിൽ കിട്ടുന്നുണ്ടാവില്ല അല്ലേ? അപ്പോൾ അതിന് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു സാധനമാണത്. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടോ ഗ്രാജുവൽ ആയിട്ടോ എന്ത് സംഭവിക്കാം? ഫോർഗെറ്റിങ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ റിമെമ്പറിങ്ങിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഫോർഗെറ്റിങ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർത്തെടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് ലേൺ ചെയ്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ലേൺ ചെയ്ത് വെച്ചേക്കുന്ന ഇൻഫോർമേഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാകത്തിന് പുറത്തുനിന്ന് വേറെ ഇൻഫോർമേഷൻസ് വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഫോർഗെറ്റിങ്ങിനെ ആക്ച്വലി പറയുന്നുണ്ട്. അതൊക്കെ വഴിയേ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഈ കാണുന്ന ഹെർമൻ എബിംഗസ് എന്ന് പറയുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫോർഗെറ്റിംഗ് കേർവാണ്. ഫോർഗെറ്റിംഗ് കേർവ് എക്സാമിന് സാധാരണഗതിയിൽ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. പഴയ CBCS സിലബസ് പ്രകാരം ഫോർഗെറ്റിംഗ് കേർവ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. FIUGP പ്രകാരം എങ്ങനെയാണെന്നുള്ളത് എന്തായാലും നമുക്ക് ഇനി ഒരു മൊഡ്യൂളും കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ തുടങ്ങും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫോർഗെറ്റിംഗ് കേർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോർഗെറ്റിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് എന്താ പറയുക, പിക്ചറൈസ് ചെയ്യുന്ന ഒരു കേർവിനെയാണ്, ഒരു ഗ്രാഫിനെയാണ് നമ്മൾ ഫോർഗെറ്റിംഗ് കേർവ് എന്ന് പറയുന്നത്. എബിംഗസ് എന്ന് പറയുന്ന ഹെർമൻ എബിംഗസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു സാധനം എന്ത് ചെയ്തത്, നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തന്നത്. ഈ ഒരു കേർവ് എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇൻഫോർമേഷൻ ലോസ് ആവുന്നതിൻ്റെ ഒരു ഡിക്ലൈൻ റേറ്റ്, നശിച്ചു പോകുന്നതിൻ്റെ എന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മളൊരു എഫേർട്ട് അതിൻ്റെ മുകളിൽ കൊടുത്തില്ലെങ്കിൽ, വിച്ച് മീൻസ് ഒരു റിഹേഴ്സൽ നമ്മൾ പറഞ്ഞില്ലേ, ലാബറേറ്റീവ് റിഹേഴ്സലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ മെമ്മറിയുടെ സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു റിഹേഴ്സൽ നമ്മൾ ഒരു ഇൻഫോർമേഷൻ്റെ മുകളിൽ കൊടുത്തില്ലെങ്കിൽ അത് നശിച്ചു പോകുന്നതിൻ്റെ അളവിനെയാണ് ഈ ഒരു എന്താ പറയുക ഫോർഗെറ്റിംഗ് കേർവായിട്ട് കാണിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇന്നലെ ഞാൻ എടുത്ത പോർഷൻ, ഇപ്പോൾ ഫ്ലാഷ് ബൾബ് മെമ്മറി, ഐ വിറ്റ്നസ് ടെസ്റ്റിമോണി, അങ്ങനത്തെ കുറച്ച് മെമ്മറീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇന്നലെ ഞാൻ റിവിഷൻ തന്നു. ഇന്ന് നിങ്ങളത് വായിച്ചിട്ടേ ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ വായിച്ചില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 10 ദിവസം നിങ്ങൾ ഇതിന് റിഹേഴ്സൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗ്രാജുവലി ദാറ്റ് വിൽ ഡിസപ്പിയർ ഫ്രം യുവർ മെമ്മറി. ആ സാധനം നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്തു പോകും, ഡിസപ്പിയർ ചെയ്തു പോകും. അപ്പം നമ്മളൊരു എഫേർട്ട് അതിൻ്റെ മുകളിൽ കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ ഓർമ്മയിൽ നിന്ന് സാധനങ്ങൾ ഗ്രാജുവലി പോവും എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫ് വഴി കാണിക്കുന്നത്. ഒന്ന് നോക്കി നോക്കൂ. ഫസ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ സാധനം പഠിച്ച അന്ന്, അതാണ് 0 ഡേ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇൻഫോർമേഷൻ റീറ്റെയിൻ ചെയ്ത പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100% ആയിരുന്നു. ഇപ്പം ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിതൊരു കഥ പോലെ കേൾക്കുന്നു, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്നു, അപ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ റീറ്റെയിനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 100% ആണ്. ഞാനിപ്പോൾ ഈ പറച്ചിൽ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞ കാര്യം തിരിച്ചു പറയൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 100% പറയാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നോക്കൂ, ആ 100% താഴേക്ക് എവിടേക്ക് വരും നോക്കൂ. ഒരു 5-ാമത്തേക്ക് ദിവസം ആകുമ്പോഴത്തേനും 25%-ലെത്തി. ഒരു 30-31 ദിവസം ആകുമ്പോഴത്തേനും ഈ പറയുന്ന പോലെ 25-ലെത്തി. കൂടുതൽ ഡേയ്സിലേക്ക് പോകും തോറും എന്താണ് ഇതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരികയാണ് എന്നാണ് ഈ ഒരു ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർഗെറ്റിംഗ് കേർവ് എന്ന് പറയുന്നത്. 1885-ലാണ് ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഹെർമൻ എബിംഗസ് ഈ ഒരു മെമ്മറീനെ പറ്റിയിട്ട് ഈ ഒരു ഫോർഗെറ്റിംഗ് കേർവിനെ പറ്റിയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. ഫോർഗെറ്റിംഗ് കേർവ് അല്ലേ, ക്ലിയർ അല്ലേ? അടുത്തത് നമുക്ക് നോക്കാനുള്ളത് തിയറീസ് ആണ്. ഹൗ വി ഫോർഗെറ്റ് അല്ലെങ്കിൽ വൈ വി ഫോർഗെറ്റ്, നമ്മൾ എങ്ങനെയാണ് ഫോർഗെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഫോർഗെറ്റ് ചെയ്യുന്നത്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസ് ആണ് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ട്രേസ് ഡീകേ തിയറി ഓഫ് ഫോർഗെറ്റിംഗ് ആണ്.